സൂപ്പർ ചാർജർ അല്ലെങ്കിൽ ഒരു സൂപ്പർ ചാർജർ എഞ്ചിൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കിയാലോ. അതിന് മുന്നേ എങ്ങനെയാണ് ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ വർക്ക് ചെയ്യണമെന്ന് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എങ്ങനെയാണ് ഒരു ടർബോ ചാർജർ വർക്ക് ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്. അതായത് ടർബോ ചാർജർ എക്സോസ് ഫ്യൂംസ് വഴിയാണ് അവരുടെ എയർ കംപ്രസർ പോലത്തെ സിസ്റ്റം വർക്ക് ചെയ്തിരുന്നതെങ്കിൽ സൂപ്പർ ചാർജർ ഡയറക്റ്റ്ലി എഞ്ചിനായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതായത് ഒരു ബെൽറ്റ് വഴിയോ ഗിയർ ഡ്രൈവ് വഴിയോ കണക്റ്റഡ് ആയിരിക്കും. അതായത് നമ്മുടെ ഉദ്ദേശം എന്താ, എഞ്ചിനിലേക്ക് മോർ എയർ കൊടുക്കണം. മോർ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ഓക്സിജൻ ആണ്, ബെറ്റർ ബേണിംഗ് ആണ്, ബെറ്റർ പവർ ഔട്ട്പുട്ട് ആണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ ചാർജേഴ്സ് യൂസ് ചെയ്യണത്. ടെർബോ ചാർജറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടെർബോ ലാഗ് എന്നൊരു സാധനം സൂപ്പർ ചാർജറിനില്ല. നമ്മൾ എപ്പോഴാണോ ഡിമാൻഡ് ചെയ്യണേ അപ്പം തന്നെ നമുക്ക് പവർ ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ എഞ്ചിന്മേക്ക് ലോഡ് കൂടുതലായിരിക്കും. പക്ഷേ ഈ ലോഡ് വളരെ നെഗ്ലിജിബിൾ ആയ ഒരു എമൗണ്ട് ആണ്. എപ്പോൾ സൂപ്പർ ചാർജർ നമുക്ക് തരണ പവർ ഔട്ട്പുട്ട് നോക്കുമ്പോൾ. നമ്മൾ ഫാസ്റ്റ് വീഡിയോസ് മൂവീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, വിൻ ഡീസലിൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ സാധനം ഇരിക്കണത്, അത് സൂപ്പർ ചാർജറാണ്. ഈ സൂപ്പർ ചാർജറിലേക്ക് ചില സ്ഥലങ്ങളിൽ ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കണം. അതായത് എയർ സക്കണതിൻ്റെ കൂടെ ഈ ഫ്യൂവലും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത്തിരി കൂടെ ഫ്യൂവൽ അതിലേക്ക് പോകും. മാഡ് മാക്സ് മൂവിയിലൊക്കെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ഓക്കെ.